ഞാൻ വെറുതെ പറഞ്ഞതല്ല. എനിക്ക് അവരെ പേഴ്സണലി അറിയുന്ന ആളുകൾ കൂടിയാണ്. ഞാൻ പേഴ്സണലി ഞങ്ങള് ഒരു ബന്ധം കൂടിയുള്ള ആളുകളാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തീർച്ചയായിട്ടും ഉറപ്പിച്ചു പറയാൻ കഴിയും, അവരുടെ കമ്മിറ്റ്മെന്റും അവരുടെ ഹാർഡ് വർക്കും അവരുടെ ഈ ഒരു ബിസിനസ്സിനോടുള്ള പാഷനും. അവര് പലപ്പോഴും പല നമ്മളുടെ വലിയ വലിയ പ്രോഗ്രാംസിനൊക്കെ പോകുന്ന സമയത്ത് അവരവിടെ ഉണ്ടാകും. ചോദിക്കുന്ന സമയത്ത് അവർ പറയും, ഞങ്ങൾ രാവിലെ വന്നതാണ്. അവര് പോകുന്നത് ഏറ്റവും എൻഡിലായിരിക്കും. അവർക്കും നിങ്ങളെ പോലെ നമ്മളെ പോലെയൊക്കെ കുട്ടികളും മക്കളും ഒക്കെ ഉള്ളതല്ലേ, കുടുംബം ഉള്ളതല്ലേ. അവർ സെപ്പറേറ്റഡ് ആയിട്ട് ജീവിക്കുന്ന ആളുകളാണ്. മീൻസ് അവര് വീടായിട്ട്, അവരുടെ ഓൺ വീടായിട്ട് താമസിക്കുന്ന ആളുകളാണ് അല്ലെ. അപ്പൊ അവിടെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ചിട്ട്, എല്ലാ കാര്യങ്ങളും ഒതുക്കി വെച്ച് തീർത്ത് എത്രയോ റിസ്ക് എടുത്തിട്ടാണ് അവർ പ്രോഗ്രാമിൽ എത്രയും നേരത്തെ എത്തുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നേരം വൈകിട്ട് പോകുന്നതും അവരായിരിക്കാം. ഞാൻ ഒരുപാട് കാര്യങ്ങളായിട്ട് കാണുന്നതുകൊണ്ടാണ്. അത്രയും റിസ്ക് എടുത്ത്, അത്രയും കമ്മിറ്റ്മെന്റ് എടുത്തിട്ട് അവരത് ചെയ്യുന്നത് കൊണ്ടാണ് they standing in now a prestigious RTC. അല്ലേ? അങ്ങനെ നമ്മളാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ അവരെ കണ്ടുപഠിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. വലിയൊരു കൈയടി നിങ്ങളുടെ അപ്ലയൻസിന് തന്നെ കൊടുക്കാം. നമ്മുടെ ആൾക്കാർക്കാരാക്കാം. തീർച്ചയായിട്ടും ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ചെറുതൊന്നുമല്ല, ശരിയല്ലേ? നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ, വൈഫ് ആയിക്കോട്ടെ, ആരായിക്കോട്ടെ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത്, എനിക്ക് നിങ്ങളോടൊരു സീക്രട്ട് പറയാനുണ്ട്. സീക്രട്ട് ചെവിയിൽ പറയാനല്ലേ ഉള്ളത്. നമ്മള് സാധാരണ സീക്രട്ട് നമ്മൾ എങ്ങനെ പറയാം? ചെവിയിലാണ് പറയാ അല്ലേ. പക്ഷെ എന്തിനാ ഞാനവിടെ വന്നിട്ട് സീക്രട്ട് മൈക്കേല് പറയും എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ഒരുപാട് എലമെന്റ്സുകൾ വേണം. അതിൽ പ്രധാനപ്പെട്ട ഒരു എലമെന്റ് ആണ് ഫാമിലി സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. ആ ഒരു എലമെന്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിജയം ഏറ്റവും ഫാസ്റ്റ് ആയിരിക്കും. ഏറ്റവും നീറ്റ് ക്ലീൻ ആയിട്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് ഫാമിലിയുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് ചെയ്യാൻ സാധിക്കും. ഇല്ലെങ്കിലും നിങ്ങൾ ബിസിനസ് ചെയ്യും. പക്ഷേ നമുക്ക് എന്താവണം? എല്ലാരും വന്നിട്ട് ജയിച്ചാൽ മതിയോ? നിങ്ങളുടെ കുടുംബത്തിലെയും നാട്ടിലെയും പഞ്ചായത്തിലെയും എല്ലാ ആളുകളും വന്നിട്ട് നമുക്ക് ഈ ബിസിനസ്സിൽ ജയിച്ചാൽ മതിയോ? പറ്റില്ല അല്ലെ. നിങ്ങളൊക്കെ വന്ന സമയം അനുസരിച്ചിട്ട് ഏറ്റവും ഫാസ്റ്റ് ആക്കിക്കൊണ്ടേ ഇരിക്കണം. ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ ചെറിയ കാര്യമല്ല ഫാമിലിയുടെ സപ്പോർട്ട്. നമുക്ക് നമ്മുടെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫോ വാട്ടെവർ ആരായിക്കൊള്ളട്ടെ, അവര് ബിസിനസ് ചെയ്യാൻ വേണം. ഈ മൈ ലൈഫ് സ്റ്റൈലിലുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ ബെനിഫിറ്റ്സും നമുക്ക് കിട്ടാൻ വേണം. എന്നാൽ നമ്മുടെ വീട്ടിലും നാട്ടിലുള്ള എല്ലാ പരിപാടിക്കും, എല്ലാ കല്യാണത്തിനും, എല്ലാ മുടികാഴ്ചയിലും, എല്ലാ കാര്യത്തിനും അവരെയും കൊണ്ട് പോവും വേണം. അത് നടക്കുമോ? നടക്കുന്ന കാര്യമാണോ? അല്ല. നമ്മളില്ലെങ്കിലും ആ വിരുന്നും കല്യാണം 28ഉം 40ഉം അവിടെ തീരും, അവിടെ കഴിയും അല്ലെ. നമ്മുടെ മക്കളെ കല്യാണം ഒഴിച്ച് ബാക്കി എല്ലാ കല്യാണവും നമ്മളില്ലെങ്കിൽ അവിടെ കഴിയും. പക്ഷേ നിങ്ങളൊരു കാര്യം ചിന്തിക്കുക, നിങ്ങൾ ഹസ്ബൻഡിനെ അല്ലെങ്കിൽ വൈഫിനെ അല്ലെങ്കിൽ വാട്ടെവർ നിങ്ങൾ ആരായിക്കൊള്ളട്ടെ അവരെ ഫ്രീ ആക്കി വിടുക. നിങ്ങൾ വരണ്ട, ഈ ഭാഗത്തേക്ക് നിങ്ങൾ വരണ്ട, ഇത് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറയാനുള്ള ഒരു തന്റേടം നിങ്ങൾക്ക് വേണം. ശരിയല്ലേ? അല്ലാതെ നിങ്ങൾ വരണം. ഈ കല്യാണത്തിന് പോയില്ലെങ്കിൽ അമ്മായിന്റെ മുഖം ചുളിയും അമ്മോന്റെ മുഖം ചുളിഞ്ഞോട്ടെ, നമുക്കെന്താ അല്ലേ? അമ്മായി അമ്മാവനോ കുറച്ച് പൈസ കടം ചോദിച്ചാൽ തരുമോ? എത്ര പൈസ തരും? എത്ര പൈസ വരെ തരും അവര് കടം ചോദിച്ചാല്? ലിമിറ്റ് ഉണ്ട്. പക്ഷെ നമ്മുടെ മൈ ലൈഫ് സ്റ്റൈലില് ഒരു ഇതുപോലെ അടിപൊളിയായിട്ട് സമ്പൂർണമായിട്ട് ഇതിൽ ഫോക്കസ് ചെയ്ത് നമ്മൾ ഏൺ ചെയ്യണമെങ്കിൽ അൺലിമിറ്റഡ് ആണ് ഇൻകം. അവർ തരുന്ന പൈസക്കൊന്നും നോക്കില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളെ ഫാമിലി സപ്പോർട്ട് കൂട്ടുവോ? യെസ്. അതായത് ഫാമിലി നമ്മളെ പിറകിലുണ്ടെങ്കിൽ നമുക്കത് ശക്തിയാണ് അല്ലെ. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ ഈ മോള് ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഇവര് പുറത്തു പോവും. അതായത് നമ്മള് ബിസിനസ് ചെയ്തുകൊണ്ടിരുന്ന തുടക്ക സമയത്ത്
എന്റെ മോള് വളരെ ചെറുതായിരുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട്, എന്റെ മൂത്ത മോളാണ്, രണ്ടാമത്തെ ഒരാളും കൂടി ഉണ്ട്. വീട്ടിൽ ഞങ്ങൾ ഒറ്റയ്ക്കാണ്. സാറ് പലപ്പോഴും മീറ്റിങ്ങുകളിലൊക്കെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവണം, മഴയത്ത്, വെയിലത്ത്, മഞ്ഞത്ത്, വീട്ടിൽ ആളില്ലാത്ത സമയത്തൊക്കെ ഞാൻ പലപ്പോഴും എന്റെ ഈ മോളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വാതിലടച്ച് ഉള്ളിൽ, ചിലപ്പോ ഭയങ്കര മഴ പെയ്യുന്ന സമയത്ത് കറണ്ട് പോകും. കറണ്ട് പോണ സമയത്ത് ആരുമില്ല, ഞാൻ ഈ കുട്ടി മാത്രം ഒറ്റക്കാം. ചിലപ്പോ രാത്രി 12 മണി 12:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. സാർ എത്തിയിട്ടുണ്ടാവില്ല, സാർ എവിടെയോ ലോകത്താണ്. ഞാൻ വരുന്നുണ്ട് എന്ന് പറയും. അതിനു മുന്നേ എനിക്ക് ഈ ബിസിനസിന്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ഞാൻ അതിനെ കുറിച്ചൊക്കെ ബോധേഡാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പ്രശ്നം ഉണ്ടാക്കും. ശരിയല്ലേ? നിങ്ങൾ 1 മണി എന്നൊക്കെ പറയും, ഞാൻ ഒറ്റയ്ക്ക് കൺവിൻസ് ആയതൊന്നുമല്ല. ശരിക്ക് ഇതുപോലുള്ള മീറ്റിങ്ങുകളിലൊക്കെ വന്നിരുന്നിട്ടും അതുപോലെ ഈ മൈ ലൈഫ് സ്റ്റൈലിന്റെ ഈ ഒരു പവർ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷമാണ് ശരിക്കും ഞാൻ അങ്ങനെ മാറിയത്. അന്ന് എന്റെ മോളെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഒരുപാട് സമയം ഇരുട്ടത്തി ഇരുന്നിട്ടുണ്ട്. ഞാൻ എന്റെ മോളെ തൊട്ടന്നെ സത്യം പറയണം. സാറ് വരുമ്പോ നനഞ്ഞ് കുതിർന്ന് ഒരു ബൈക്കിൽ ഒരു മഴക്കോട്ടൊക്കെ ഇട്ടിട്ട് സാറിങ്ങനെ വരും. ആ സമയത്ത് മോൾ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ ഞാൻ ബാക്കിയാണ്. ഇന്നലെ ഒറ്റ ഇടി, നിങ്ങളെ നാട്ടിൽ ഇന്നലെ ഇടി കിട്ടിയിരുന്നോ? അതെ, ആ ഇടിയൊക്കെ ഇന്നലെ ഇവിടെ ഇന്നലെ ഇപ്പൊ ഞാൻ എന്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അവിടെ അത്രയും ആളുകൾ ഉണ്ടായിട്ട് അവിടെ എല്ലാവരും ഒരുമിച്ച് ഒരു റൂമിലായിരുന്നു ഇന്നലെ ഇടി കഴിയുന്നത് വരെ. പക്ഷെ ഞാൻ ഇന്നലെ ഇങ്ങനെ ആ ഒരു രംഗം ഞാൻ ഇങ്ങനെ ആലോചിച്ചു. കാരണം എന്റെ മോളായിട്ട് സാറ് വർക്കിന് പോകുന്ന സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ആ ഇടി മഴയും സഹിച്ചിരുന്നിട്ടുണ്ട്. ഉള്ള ചെല്ലാനുള്ളതൊക്കെ ചൊല്ലി മനസ്സിൽ പ്രാർത്ഥനകളോട് കൂടിയിട്ട് ഞാൻ ഇരുന്നിട്ടുണ്ട്. പക്ഷേ അതിന് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. സാർ എനിക്ക് വാക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇതിനൊക്കെ നിനക്ക് ഞാൻ പകരം നൽകും എന്നുള്ള ഒരു വാക്ക് എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് എന്റെ മോള് പഠിക്കുന്നത് ഏറ്റവും മികച്ച സ്കൂളിലാണ്. അതുപോലെ തന്നെ സാർ അന്ന് ഓടിച്ച നമ്പർ പ്ലേറ്റ് പോലും ഇല്ലാത്തൊരു കച്ചട സ്കൂട്ടി, അതിൽ നിന്ന് മാറി ഇന്നിപ്പോ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് ഒരു 10-15 ലക്ഷം രൂപ വരുന്ന ഒരു ലക്ഷറി കാറാണ്. എന്തുകൊണ്ടെന്നാൽ അതൊക്കെ സഹിക്കാനും അതുപോലെ തന്നെ ആ സപ്പോർട്ട് കൊടുക്കാനും ഞാൻ റെഡി ആയതുകൊണ്ടും കൂടെയാണ്. അല്ലേ? ആണോ? അല്ലേ? അപ്പൊ ഫാമിലി സപ്പോർട്ടിന്റെ ആ ഒരു പവർ എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നുണ്ടോ? ശരിക്കും എന്റെ മോളെ ഇപ്പോ ഞങ്ങള് കല്യാണം കഴിഞ്ഞ ആ ഒരു സമയത്തേക്കുള്ള ഒരു ആഗ്രഹമായിരുന്നു മോളെ ഏറ്റവും നല്ല നിലയിൽ പഠിപ്പിക്കണം, ഏറ്റവും നല്ല സ്കൂളിൽ കൊണ്ടുപോയി ചേർത്തണം എന്നൊക്കെ ഉള്ളത്. ഇന്ന് അവള് പഠിക്കുന്ന ഞങ്ങളെ നാട്ടിലെ തന്നെ ഏറ്റവും മികച്ച എന്ന് പറയുമ്പോ ഏറ്റവും ക്യാഷ് ഉള്ള സ്കൂളിലാണ് അവള് പഠിക്കുന്നത്. അതുപോലെ തന്നെ ലൈഫിന്റെ നിലവാരം ഒരുപാട് ഒരുപാട് മാറി. മൈ ലൈഫ് സ്റ്റൈലിന് മുന്നൊരു ലൈഫ്, മൈ ലൈഫ് സ്റ്റൈലിന് ശേഷം ഒരു ലൈഫ് എന്ന് ഞങ്ങൾക്ക് 2 പാർട്ടാക്കി തിരിക്കാൻ സാധിച്ചത് ഈ ഒരു ബിസിനസിന്റെ ഒരു പവർ കൊണ്ട് മാത്രമാണ്. അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഫാമിലിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. നിങ്ങൾ ഒഴിവാക്കി വിടുക. ഒരു പരിപാടിക്ക് നിങ്ങൾ ഹസ്ബൻഡിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിനെയോ വിളിക്കരുത്. എന്ത് കാര്യമാകട്ടെ, നിങ്ങൾ എല്ലാതും വേണം നമുക്ക്. പക്ഷെ റേഷൻ കടയ്ക്ക് മണ്ണെണ്ണ വാങ്ങാൻ പോവാനും അരി വാങ്ങാൻ പോവാനും ഈ ഹസ്ബൻഡിനെ തന്നെ നമുക്ക് കിട്ടണം. അല്ലെ? അല്ലെങ്കിൽ ഈ വൈഫ് ഒന്ന് നേരം വൈകി വന്നാൽ, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് വർക്ക് കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മുഖം ചുളിയും. പക്ഷെ മൈ ലൈഫ് സ്റ്റൈലിലൂടെ നമ്മളെ ജീവിതം നമുക്ക് രക്ഷപ്പെടുത്തണം. 2 തോണിയിൽ കാലിട്ടാൽ നടക്കൂല. നിങ്ങൾ ഏതെങ്കിലും ഒരു തോണിയിൽ കാലിടാം. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ മാക്സിമം സപ്പോർട്ട് നിങ്ങളുടെ സ്പൗസിന് കൊടുക്കുക. ആരാണോ ഈ ബിസിനസ് നിങ്ങളുടെ ഫാമിലിയിൽ ചെയ്യുന്നത് അവരെ ഫ്രീ ആക്കി വിടുക. മാക്സിമം ഫ്രീ ആക്കി വിടുമ്പോ അവർ മാക്സിമം ഉയരങ്ങളിലേക്ക് പറക്കും. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? യെസ്. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ സാറിന്റെ വാക്കുകളാണ് നിങ്ങൾ കൂടുതൽ കാത്തു നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എനിവേ, എന്നാലും എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ശരിക്കും നിങ്ങളെ ഈ ഒരു ബിസിനസിന്റെ ബ്യൂട്ടി മനസ്സിലാക്കുക. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. കാരണം 0 ഇൻവെസ്റ്റ്മെന്റില് ഒരു റിസ്കും ഇല്ലാതെ, നോ പ്ലേസ്, നമുക്കൊരു ഇപ്പോ സാറിന്
ഒരുപാട് സ്ഥലങ്ങളിൽ, ഒരുപാട് സംസ്ഥാനത്തും അതുപോലെ തന്നെ ഒരുപാട് ജില്ലകളിലൊക്കെ ബിസിനസ് ഉണ്ട്. പക്ഷേ അവിടെയൊന്നും ഞങ്ങൾക്ക് ഒരു ഓഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നിങ്ങൾക്കും അതിന്റെ ആവശ്യമില്ല, ശരിയല്ലേ? ഫ്രീ ആയിട്ട് നമുക്ക് ഉഷാറായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. 170ഓളം രാജ്യങ്ങളിൽ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി ഓടിക്കൊണ്ടിരിക്കുകയാണ്, അല്ലെ? അവരൊക്കെ പൊട്ടന്മാരാണോ? അല്ല. നമ്മളെന്നാലും പോയി അഭിപ്രായം ചോദിക്കൽ ആരോടാ? ഒരു വിവരവും വിദ്യാഭ്യാസം ഇല്ലാത്ത നമ്മുടെ അയൽവാസിനോടും ബന്ധുക്കാരോടാണ്, അല്ലെ? അവരോടല്ല അഭിപ്രായം ചോദിക്കേണ്ടത്. 170ഓളം രാജ്യങ്ങളിലുള്ള ആളുകളൊക്കെ പൊട്ടന്മാരാണോ? അല്ല. ഈ ഒരു ബിസിനസ്സിലേക്ക് നിങ്ങൾക്ക് അറിയാം, വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. വളരെ പഠിപ്പും വിവരവും വിദ്യാഭ്യാസവും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും ഒരേപോലെയുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അതിൽ ഒരു റിസ്കും ഇല്ലാതെ നമുക്ക് വിജയിക്കാൻ സാധിക്കും. ഇന്ത്യയിലെ ബിഗസ്റ്റ്, മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ബിഗസ്റ്റ് ഇൻഡസ്ട്രിയാണ് എന്ത്? ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളത് നമ്മുടെ APJ അബ്ദുൽ കലാമിന്റെ ഒരു വാക്കുകളാണ്. If you want to bright like a shine like a sun, first burn like a sun. എന്താണ് അതിന്റെ അർത്ഥം? നിനക്കൊരു സൂര്യനെ പോലെ തിളങ്ങി ഇങ്ങനെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം ആ സൂര്യനെ പോലെ കത്തി ജ്വലിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ചൂട്, അതിന്റെ ഒരു ത്യാഗമൊക്കെ സഹിക്കാൻ നീ തയ്യാറുണ്ടോ എന്നാണ്. ശരിയല്ലേ? ഈ ഒരു അവസരത്തിൽ എനിക്ക് ചെറിയൊരു ഒരാളുടെ കഥ കൂടി പറയാനുണ്ട്. നിങ്ങൾ JK റൗളിംഗ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹാരി പോട്ടർ എന്ന് കേട്ടിട്ടുണ്ടോ? ഹാരി പോട്ടർ എന്ന് കേട്ടിട്ടുണ്ട്, അല്ലെ? നമ്മുടെ ചെറുപ്പകാലത്തേക്ക് വളരെയധികം വിശ്വവിഖ്യാതമായിട്ടുള്ള ഒരു സീരീസ് ആണ് ഹാരി പോട്ടർ എന്ന് പറയുന്നത്. അതിന്റെ ഓത്തറാണ് JK റൗളിംഗ്. അവര് എങ്ങനെയാണ് ഇത്രയും വലിയ ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്ക് അല്ലെങ്കിൽ അത്ര ഒരു വലിയൊരു സീരീസിന് ഉടമയായതെന്ന് നിങ്ങൾക്കറിയോ? അവര് ഒരു സിംഗിൾ മദറായിരുന്നു. അവര് ഹസ്ബൻഡ് ഡൈവോഴ്സഡ് ആയതിനു ശേഷം തന്റെ കുട്ടിനെയും കൊണ്ടിട്ട് ഗവൺമെന്റിന്റെ കീഴിലായിരുന്നു ജീവിച്ചിരുന്നത്. അവർക്ക് കഫേലും ചായക്കടയിലും ഒക്കെ ജോലി ചെയ്തിട്ട്, സ്കോട്ട്ലൻഡിലാണ്, കഫേലും ചായക്കടയിലൊക്കെ ജോലി ചെയ്തിട്ടായിരുന്നു അവര് ജീവിച്ചു കൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ വളരെ ദാരിദ്ര്യത്തിൽ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന സമയത്തും അവരുടെ ഉള്ളിൽ ഒരു സ്പാർക്ക് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഉള്ളിൽ ആ സ്പാർക്ക് വേണമെന്നാണ്. ഓക്കെ, ഒരു ചെറിയൊരു സ്പാർക്ക് ഉണ്ടായിരുന്നു അവരുടെ ഉള്ളിൽ. അങ്ങനെ അവർ ആ സ്പാർക്ക് തന്റെ മകൾക്ക് കഥ പറഞ്ഞു കൊടുക്കുന്നതിന്റെ ഇടയിൽ അങ്ങനെ എഴുതിയിട്ട് അവര് എഴുതി കംപ്ലീറ്റ് ആയി. അങ്ങനെ അവര് ഈ ഹാരി പോട്ടർ പ്രസിദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് പ്രസ്സിൽ ചെന്നു. പക്ഷെ ഒന്നാമത്തെ ആളും അവരെ പിരിച്ചുവിട്ടു. നോ, നമ്മൾ ഒരു നോ കേട്ടാൽ അവിടെ തളർന്നു വീണു, അല്ലെ? അങ്ങനെ അവര് രണ്ടാമത്തെ പ്രാവശ്യം പോയി, മൂന്നാമത്തെ പ്രാവശ്യം പോയി, 4, 5, 6, 7 പ്രാവശ്യം പോയി. പക്ഷെ ആരും ആ ബുക്ക് പ്രസിദ്ധീകരിക്കാൻ തയ്യാറായില്ല. അത്രയും കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരാളാണ് അവര്, ഹസ്ബൻഡ് ഒന്നും ഇല്ലാതെ സിംഗിൾ മദറായിട്ട്. അങ്ങനെ ഒരാള് പാവം തോന്നിയിട്ട് ഓക്കെ ഞങ്ങളൊന്ന് നോക്കാം, പ്രതീക്ഷയൊന്നുമില്ല, ജസ്റ്റ് ഞങ്ങളൊന്ന് പ്രസിദ്ധീകരിക്കാം എന്ന് പ്രസിദ്ധീകരിച്ച ആ ഒരു ഹാരി പോട്ടർ ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമായി. 600 ദശലക്ഷം കോപ്പികളാണ് അവിടെ വിറ്റഴിക്കപ്പെട്ടു പോയത്. 80ഓളം ഭാഷകളിലേക്ക് ഈ ഹാരി പോട്ടർ എന്തായി? ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടു. ഇവർ മൾട്ടി മില്യണറായി മാറി ഈ ഓതർ. അപ്പോ അവർക്ക് അമ്മയില്ല. ഈ എഴുതി 6-ാം അധ്യായം അവസാനിക്കുന്നതോട് കൂടിയിട്ടാണ് അവരുടെ അമ്മ മരിക്കുന്നത്. എഴുതി തുടങ്ങുന്ന സമയത്ത് അവരമ്മ മരിച്ചപ്പോഴാണ് അവർ പറഞ്ഞ ഏറ്റവും വലിയ അനാഥത്വം അവർ അനുഭവിച്ചത്. കാരണം ഭർത്താവില്ല, ചെറിയ കുട്ടിയായിട്ടാണ്. പക്ഷെ ഉള്ളിൽ അവർക്കൊരു തീ ഉണ്ടായിരുന്നു. നമ്മുടെ തീ എന്താണ് ഉള്ളില്? യെസ്, നിങ്ങൾ പറയും, നിങ്ങൾക്ക് തീയില്ലേ? നമ്മുടെ തീ എന്താണ്? നമ്മുടെ തീ ആണ്. ഇത് ഉറങ്ങാണോ? ഓക്കെ. അപ്പോ ആ തീ അവര് കത്തിക്കാൻ റെഡിയായി. അങ്ങനെ അവര് ലോകത്തിലെ മൾട്ടി മില്യണറായിട്ട് മാറി. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ലൈഫിലൊക്കെ ഒരു സ്പാർക്ക് ഉണ്ടാകും.
അത് കത്തിക്കേണ്ടുന്നതേ നമുക്കുള്ള ജോലിയുള്ളൂ. അത് കത്തിക്കാം. ലൈഫ് ഈസ് എ റെസ്പോൺസിബിലിറ്റി, സോ ടേക്ക് ഇറ്റ്. ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത് ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. നമ്മളത് ഏറ്റെടുക്കുക. നമ്മൾ തോറ്റാലും ജയിച്ചാൽ നമ്മൾ പറയും, പക്ഷെ തോറ്റാൽ ആരാ? അവൻ കാരണമാണ്, ഇവൻ കാരണമാണ്. ആണോ? അല്ല, ആരും കാരണക്കാരല്ല. ജയിച്ചാലും തോറ്റാലും നമ്മുടെ ലൈഫിന്റെ ഉത്തരവാദിത്വം നമ്മളാണ്, അല്ലേ? അതുപോലെ തന്നെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, എൻജോയ് ഇറ്റ്. ജീവിതം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റാണ്. വളരെ മനോഹരമായതാണ്. നിങ്ങൾ പരമാവധി എൻജോയ് ചെയ്യുക. ലൈഫ് ഈസ് എ ലെഗസി. ജീവിതം എന്ന് പറയുന്നത് വരും തലമുറകളിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടതാണ്, അല്ലെ? നമ്മൾ ബാക്കിയായി പോകുമ്പോ എന്തെങ്കിലുമൊക്കെ ഒരു കൈമുദ്ര ചാർത്തിയിട്ട് വേണം ഇവിടുന്ന് പോവാൻ വേണ്ടിയിട്ട്, അല്ലെ? എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വേണം നമുക്ക് ഇവിടെ ബാക്കി വെച്ചിട്ട് പോവാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തെ പരമാവധി പ്രയോഗപ്പെടുത്തുക. നിങ്ങളുടെ ഫാമിലിയെ